ഹലോ, നമുക്കിന്ന് ചടപടാന്നൊരു കേക്ക് കണ്ടാലോ? അതിനാവശ്യമുള്ള സാധനങ്ങൾ എന്താണെന്ന് വെച്ചെങ്കിൽ ഒരു കപ്പ് റവയാണ്. സെയിം കപ്പിൽ തന്നെ മെഷർമെൻറ്റ് പകുതി പഞ്ചസാരയാണ്. ആ സെയിം കപ്പിൽ തന്നെ പകുതി പഞ്ചസാരയും കൂടി എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും മിക്സിയിലോട്ട് മാറ്റാം. ഇനി ആവശ്യം 2 ഏലക്കായാണ്. ഏലക്കായ് തൊലി കളഞ്ഞ് അതിൻ്റെ ഉള്ളിലത്തെ മണികൾ മാത്രം എടുത്ത് നമുക്ക് പൊടിച്ചെടുക്കാം. ഇതെല്ലാം കൂടി നന്നായി നന്നായി പൊടിച്ചെടുക്കണം ട്ടാ. നന്നായി പൊടിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഈ പൊടി നമ്മളൊരു ബൗളിലോട്ട് മാറ്റണം ഞാൻ. ഇനി വേണ്ടത് 2 സ്പൂണ് കോക്കോ പൗഡറാണ്. കോക്കോ പൗഡർ കട്ട കൂടാതെ ഇരിക്കാൻ വേണ്ടി ഞാൻ അരിപ്പയിൽ ഒരു അരിപ്പ എടുത്തിട്ട് അത് നന്നായി അരിച്ചെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിൽ ഒരു കപ്പാണ് പാല് ടോട്ടലി യൂസ് ചെയ്യണത്. ഇനി ആ പകുതി കപ്പ് പാല് നമ്മൾ ഇപ്പോൾ യൂസ് ചെയ്യാം. ബാക്കിയുള്ളത് പിന്നെയാണ് യൂസ് ചെയ്യേണ്ടത് കേട്ടോ. ഇത് നന്നായി മിക്സ് ആയതിന് ശേഷം ഞാൻ പകുതി കപ്പ് പാല് ഇതിലൊഴിച്ച് നന്നായി മിക്സ് ചെയ്യുന്നുണ്ട്. ബാറ്റർ നന്നായി യോജിക്കുന്ന വിധം നല്ല കറക്റ്റായിരിക്കും കേട്ടോ. പകുതി കപ്പ് പാല് കറക്റ്റായിരിക്കും. ഈ ഇതിലാണ് കിട്ടുക നമുക്ക്. കൺസിസ്റ്റൻസിയിൽ നമ്മൾ അടച്ചു വയ്ക്കാം, റെസ്റ്റ് ചെയ്യണം. ഇത് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്താൽ മതി. അപ്പോഴേക്കും നമുക്ക് ഒരു തവ ചൂടാക്കാം. ചെറിയ സിമ്മിലിട്ട് പ്രീ ഹീറ്റ് ചെയ്യാം. ഈ പാത്രത്തിലാണ് ഞാൻ കേക്ക് ഉണ്ടാക്കാൻ പോണത്. അതിൽ കുറച്ച് ബട്ടറൊക്കെ പരട്ടിയതിന് ശേഷം ഒരു ബട്ടർ പേപ്പറും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അത് അവിടെ ഇരിക്കട്ടെ. നമ്മൾ ഇപ്പോൾ ഇനി ബാറ്റർ എങ്ങനെ ഉണ്ടെന്ന് ചെക്ക് ചെയ്യാം. ബാറ്റർ നല്ല കട്ടിയായിട്ടുണ്ട്. റവയാണല്ലോ, കുറച്ചൊന്ന് വീർത്തുണ്ട് കട്ടിയായിട്ട്. ഇനി ബാക്കി നമ്മൾ അവിടെ വെച്ചിരിക്കുന്ന പാല് അതിലോട്ട് ഒഴിച്ച് കറക്റ്റായിരിക്കും പാല്. ഒരു കപ്പ് പാലെന്ന് പറഞ്ഞത് ആദ്യം അരക്കപ്പ് ഒഴിച്ച് മിക്സാക്കി. നമ്മൾ ഇപ്പോൾ ഇനി അരക്കപ്പ് ആവശ്യമുണ്ടാവും. അതും കൂടി ഒഴിച്ച് നമ്മൾ ബാറ്റർ നന്നായിട്ട് കുറച്ചും കൂടി ലൂസാക്കാം. ഇനി ആവശ്യം ബട്ടറാണ്. 1 സ്പൂണ് ബട്ടർ എടുത്തിട്ടുണ്ട്. ബട്ടർ ഇട്ട് മിക്സ് ആക്കാം. ഈ ബാറ്ററിലോട്ട് ഇട്ട് നന്നായി ഇളക്കി കൊടുക്കാം. അതിന് ശേഷം ബേക്കിംഗ് പൗഡറാണ് വേണ്ടത്. 1 സ്പൂണ് ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ഇട്ട് മിക്സാക്കി. ബേക്കിംഗ് സോഡയാണ് 1/2 സ്പൂണ് ബേക്കിംഗ് സോഡ ആവശ്യം. ഇനി വിനീഗറാണ് 1/2 സ്പൂണ്, കുഞ്ഞ് സ്പൂണ് വിനീഗറും കൂടി ഇട്ട് ഇളക്കി കൊടുക്കാം നന്നായി. ഇനി ബാറ്റർ നമ്മൾ ആ ബട്ടർ പേപ്പർ ഇട്ട പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. നമ്മൾ ഓൾറെഡി തവ പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ ഈ പാത്രം വെച്ച് കുക്കറിലൊന്നല്ല ഉണ്ടാക്കണത് കേട്ടോ. ഇങ്ങനത്തെ ഇതേ സെയിം ഇതിൽ തന്നെയാണ് ഉണ്ടാക്കണത്. അടച്ചു വെച്ച് വേവിക്കാം. സാധാരണ പോലെ തന്നെ വേവിച്ച് കേക്ക് ഇതാക്കി എടുക്കാം. നമ്മുടെ കേക്ക് റെഡിയായി കഴിഞ്ഞു. നല്ല സോഫ്റ്റായ നല്ല ചോക്ലേറ്റിൻ്റെ നല്ല ടേസ്റ്റുള്ള കേക്ക് ഇത്ര പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കിട്ടി. നമ്മൾ ഇത് 35 മിനിറ്റ്സ് ആണ്. 35 മിനിറ്റ്സ് വെച്ചാൽ മതി. അതിൽ 35 മിനിറ്റ്സ് കൊണ്ട് തന്നെ നമുക്ക് കേക്ക് ഉണ്ടാക്കി കഴിഞ്ഞു. നമ്മൾ ഇനി ഇത് കട്ട് ചെയ്ത് നോക്കാം. ചെറിയ പീസായിട്ട് കട്ട് ചെയ്യാണ്. കട്ട് ചെയ്ത് കണ്ടാൽ നല്ല സോഫ്റ്റ് കേക്കാണ്. കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും, വലിയവർക്കും. നമുക്ക് എന്ത് സെലിബ്രേഷൻ ഉണ്ടെങ്കിലും നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം. ഞാൻ കുറച്ച് ചോക്ലേറ്റ് സിറപ്പും കൂടി ഒഴിച്ച് കഴിച്ചു പിള്ളേർക്ക് കൊടുക്കുകയാണ്. ഓക്കെ ഫ്രണ്ട്സ്, എല്ലാവരും ട്രൈ ചെയ്യണം. താങ്ക് യു.